നീറ്റ് PG പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്മാർട്ട് ടിപ്പ് സീരീസിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ സ്റ്റുഡൻസ് ചോദിച്ചിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, റിവിഷൻ പ്ലാനിൻ്റെ സമയത്ത് നമ്മൾ എത്ര MCQ പ്രാക്ടീസ് ചെയ്യണം? ഇതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു നമ്പർ ആൻസർ ആയിട്ട് വരുന്നില്ല. സ്റ്റിൽ നമുക്ക് ഓരോ ആളുടെ പ്രിപ്പറേഷൻ ലെവൽ അനുസരിച്ച് നമ്മൾ പെർട്ടിക്കുലർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനൊരു ഓൺ അവറേജ് നമ്പറായിട്ട് പറയുന്ന സമയത്ത് ഡെയിലി ബേസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ 200 MCQ ഡെയിലി ബേസ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് അതിന് ബ്രേക്ക് വന്ന ആളുകൾക്ക് ഒരിക്കലും 200 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നതല്ല. അവർ ചിലപ്പോൾ 100 ക്വസ്റ്റ്യൻസ് സ്ലോലി ഇമ്പ്രൂവ് ചെയ്ത് 120, 150ലേക്ക് എത്തി 200 എത്തുന്നൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കാം. പക്ഷേ കുറച്ചുകൂടി സ്മാർട്ടായിട്ട് ഇതിൽ ടോപ്പ് റാങ്കിലൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് 1000-നുള്ളിലേക്കോ 500-നുള്ളിലേക്കൊക്കെ റാങ്ക് INICETയിലേക്കോ നീറ്റിലേക്കൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ 2 ഡിജിറ്റ് റാങ്കൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾ ഈ സമയത്തേക്ക്, നിങ്ങൾ ഈ വീഡിയോ ഇറങ്ങുന്ന ഈ സമയത്തേക്കൊക്കെ 350, 400 ഒക്കെ നമ്മളെ സ്റ്റുഡൻസ് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ഡെയിലി ബേസ് ചെയ്ത് 500 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റുഡൻസും ഉണ്ട്. അത് എക്സെപ്ഷണലി ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പേഴ്സാണ്. സോ നമ്മൾ റിവിഷൻ്റെ കൂട്ടത്തിൽ എങ്ങനെ പ്ലാൻ ചെയ്യണം നോക്കുമ്പോൾ, നമ്മളൊരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം അലോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അറ്റ്ലീസ്റ്റ് അതിൻ്റെ 30% ഓഫ് ടൈം എന്നെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ MCQ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിക്കണം എന്നുള്ളതാണ്. സോ ഫോർ എക്സാമ്പിൾ, നമ്മൾ ENT 3 hours പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ നേരത്തെ വീഡിയോ സീരീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സബ്ജക്റ്റ് തീരുമാനിക്കുമ്പോൾ ആ സബ്ജക്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതല്ല എയിം വെക്കേണ്ടത്. അതിനേക്കാളും കൂടുതലായിട്ട് എയിം വെക്കേണ്ടത് ഈ സമയം കൊണ്ട് ഈ സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 3 hours കൊണ്ട് ഞാൻ ENT ഇന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. കാരണം 3 hours കൊണ്ട് ENT റിവൈസ് ചെയ്യുക എന്നുള്ളത് ഒരു നേരിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇമ്പോസിബിൾ ആയ ടാസ്ക്കാണ്. പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിന് അത്രയായിരിക്കും പോസിബിൾ ആകുക. ഞാൻ റിവിഷൻ്റെ കാര്യമാണ് പറയുന്നത്, ഫസ്റ്റ് ഓർ സെക്കൻഡ് റീഡിംഗ് ഒന്നല്ല. ഈ ലാസ്റ്റ് ടൈമിലേക്കുള്ള റിവിഷൻ്റെ കാര്യമാണ് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. സോ 3 hours കൊണ്ട് നമ്മൾ ENT പഠിക്കുന്ന സമയത്ത് അതിലെ 1 hour എങ്കിലും നിങ്ങൾ MCQ പ്രാക്ടീസ് ചെയ്യാൻ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് വേണമെങ്കിൽ തുടക്കമുള്ള 1 hour യൂസ് ചെയ്യാം, ലാസ്റ്റുള്ള 1 hour യൂസ് ചെയ്യാം, മിഡിലുള്ള 1 hour യൂസ് ചെയ്യാം. അതൊന്നും പ്രശ്നം വരുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് 1 hour, അതായത് 30% ഓഫ് യുവർ റീഡിംഗ് ടൈം, നിങ്ങൾ 1/3 ഓഫ് യുവർ റീഡിംഗ് ടൈം എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ MCQ പ്രാക്ടീസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. സോ വളരെ ക്ലിയർ ആണ്, നമ്മളൊരു ദിവസം 10 to 12 hours നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന് 3 to 4 hours സ്പെഷ്യലി MCQ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ചില സമയത്ത് നമ്മൾ ഗ്രാൻഡ് എക്സാം എഴുതുന്ന ദിവസമായിരിക്കും, അന്ന് വളരെ കുറച്ച് സമയം കൂടെ നമുക്ക് എക്സ്ട്രാ അവൈലബിൾ ആയിരിക്കുള്ളൂ. സോ നിങ്ങൾ ഈ ഗ്രാൻഡ് എക്സാം, അതായത് മോക്ക് എക്സാം GT എഴുതുന്ന ദിവസങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ GT മാത്രമല്ല, അതിന് പുറമെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി പ്രാക്ടീസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. കാരണം നിങ്ങൾ റീഡിങ്ങിൻ്റെ ഒരു പ്രധാന ടൈമാണ് ഈ ഗ്രാൻഡ് ടെസ്റ്റിന് പോയിരിക്കുന്നതാണ്. സോ എൻ്റെ ഒരു മൺഡേ ഞാൻ എടുക്കുകയാണെങ്കിൽ, എൻ്റെ ഒരു മൺഡേ ഫ്രഷായി സ്റ്റാർട്ട് ചെയ്യുന്നത് 12 to 13 hours ഞാൻ പഠിക്കുന്നതെങ്കിൽ അതിൽ ഒരു 4 hours എന്നെങ്കിലും ഞാൻ MCQ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും. ആൻഡ് എൻ്റെ ട്യൂസ്ഡേ ഞാൻ എടുക്കുന്നതാണെങ്കിൽ ഞാൻ അതിൽ ഗ്രാൻഡ് ടെസ്റ്റ് എഴുതുന്ന ദിവസമാണ്. അപ്പോൾ എൻ്റെ ടോട്ടൽ 12 to 13 hours തന്നെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതിൽ 3 hours ഞാൻ എന്ത് ചെയ്യാം, എക്സാം എഴുതാൻ മാറ്റി വെച്ചിരിക്കുന്നു. ബാക്കി 10 hours ആണുള്ളത്. ഇനി എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ കുറേ അധികം സമയമില്ല, ഇനി കൂടുതൽ റീഡിംഗ് ആണ് പോയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 8 to 9 hours തന്നെ ഡിഫറെൻറ്റ് സബ്ജക്റ്റ് റീഡ് ചെയ്യാൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് റീഡ് ചെയ്യാൻ യൂസ് ചെയ്തു. ആൻഡ് ബാക്കി വരുന്ന 1 hour വീണ്ടും MCQ ചെയ്യാൻ യൂസ് ചെയ്തെന്നുള്ളതാണ്. ഇപ്പോൾ ഈവൻ ദോ ഗ്രാൻഡ് ടെസ്റ്റ് എഴുതുന്ന ദിവസം തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 1 hour എന്തെങ്കിലും യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ഒരു ഐഡിയൽ സ്റ്റുഡൻറ്റിൻ്റെ കാര്യമാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ, അല്ലെങ്കിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്ന ടൈം അനുസരിച്ച് ഇത് പ്രപ്പോർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ എൻഡിലേക്ക് ഒരു നോട്ട് ആഡ് ചെയ്യാം. അതായത് 8 hours കൺസിസ്റ്റൻ്റായി ഡെയിലി പഠിച്ചിരിക്കുന്ന ഒരു ബേബിയൊക്കെ ഉള്ള സ്റ്റുഡൻറ്റ് തന്നെ 2 ഡിജിറ്റ് റാങ്ക് ഒക്കെ റെഗുലർലി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾ ഐഡിയലി കീപ്പ് ചെയ്യേണ്ടത് 12 to 13 hours ഒക്കെ ആണ്. ചില ആളുകളുടെ സിറ്റുവേഷൻസ് ബേസ് ചെയ്ത് ചിലപ്പോൾ അത് 8 to 9 hours ഒക്കെ ആയി മാറാം. സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഹവേഴ്സ്, നമ്പേഴ്സൊക്കെ ഇട്ട് നിങ്ങൾ എക്സൈറ്റഡ് ആവേണ്ട. നിങ്ങളുടെ ടൈം എങ്ങനെ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ നോക്കി തീരുമാനിക്കുക എന്നുള്ളതാണ്. സോ പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സെയിം കമൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.